എഴുതിയിരിക്കുന്നു, നീ എന്താ വായിക്കുന്നു. അതാണ് പ്രശ്നം. വാട്ട് യു മീൻ ഇറ്റ്. അതെ, വചനത്തിൽ എന്ത് എഴുതിയാലുമേ ഓരോ അണ്ണന്മാരത് എങ്ങനെ മനസ്സിലാക്കണമെന്നില്ലേ. ഇതുപോലെ പ്രാർത്ഥന നമ്മൾ ഒത്തിരി വാരിക്കെട്ടി പ്രാർത്ഥിക്കും. അപ്പൊ അത് ചിലരുടെ പ്രാർത്ഥന അവരെ ഉദ്ദേശിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ചില പ്രാർത്ഥന അത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രാർത്ഥിച്ചു പോണതാണ്. അപ്പൊ അത് ഇപ്പൊ നമ്മളത് പ്രാർത്ഥിക്കുന്ന മീൻ ചെയ്യണം, നമ്മളത് ഉദ്ദേശിക്കണം. കാര്യപ്പോ തന്നെ അതാണ് രോഗിയോടും കർത്താവ് ചോദിക്കും, നീ യഥാർത്ഥത്തിൽ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? യോഹന്നാൻ 5:6. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അതായത് യഥാർത്ഥത്തിൽ നീ ആഗ്രഹിക്കുന്നുണ്ടോ സുഖം പ്രാപിക്കാൻ? കാര്യമേ ഇതാണ് എൻ്റെ വിധിയെന്ന് വിധിയോട് ചില ആൾക്കാർ സമരസപ്പെട്ടു പോകും, കണ്ടീഷൻഡായി പോകും ആൾക്കാർ. അവർക്ക് അതായത് ദൈവത്തിന്റെ ആവശ്യം പോലെ സുഖം പ്രാപിക്കണേ, സുഖം പ്രാപിക്ക് നോക്കട്ടെ എന്നിട്ട് പുള്ളിക്കാരൻ അതിൻ്റെ അകത്ത് മെഴുകിയിരിക്കുകയും. അപ്പൊ അതുകൊണ്ട് ഈശോ അവന്റെ ബോധ തലത്തിലേക്ക് ഇത് കൊണ്ടുവരും. അവന്റെ അവബോധ തലത്തില് അവൻ പറയണത് സുഖം പ്രാപിച്ച് എന്റെ വിധി ഇവിടെ കിടന്നായിരിക്കും തീരണത്. തീരട്ടെ. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, തീരണ നടക്കുന്ന ആൾക്കാരുണ്ട്. അത് പുറത്ത് പറയത്തില്ല, എന്റെ ഉള്ളു മനസ്സിലുണ്ടാവത്. അതിനെ ഈശോ മുകളിൽ കൊണ്ടുവരികയാണ്. എന്താണ്? നിന്റെ വിധി തിരുത്താൻ പോകുന്നു. ഡു യു മീൻ ഇറ്റ്? നീ അത് ഉദ്ദേശിക്കുന്നുണ്ടോ? നീ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പൊ ഈസ് മൈ ലോർഡ്. അപ്പോഴാണ് അയാൾ പറയണത്, എനിക്ക് എന്നെ സഹായിക്കാൻ ആരും ഇല്ലെന്ന് പറയണത്. ഇത് പ്രാർത്ഥനയെ സ്പാർക്ക് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മീൻ ചെയ്ത ഉടനെ പ്രാർത്ഥനയെ പൊരി ഉണ്ടാവും, പ്രാർത്ഥനയുണ്ട് സ്പാർക്ക് ഉണ്ടാവും. അത് എപ്പോഴും ഇതുപോലെ ആയിരിക്കണം. നമ്മൾ എന്ത് പ്രാർത്ഥിച്ചത് അത് നമ്മൾ ഓൺ ചെയ്യണം, അത് മീൻ ചെയ്യണം, അത് നമ്മൾ അതുപോലെ ഉദ്ദേശിക്കണം. കറക്റ്റാണ്, ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഞാൻ ഉദ്ദേശിച്ച് തന്നെ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ ആൾക്കാർ പറയാം അതിന് ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയത്തില്ലേ, അതാണ് ഈ സാധനം പ്രാർത്ഥന സ്പാർക്ക് ഉണ്ടാക്കുന്നത്. എന്താ കാര്യം വെച്ചാൽ എപ്പോഴും ഞാൻ മനസ്സിലാക്കണം, ഈ വചനം ഉണ്ടല്ലോ, വചനം എപ്പോഴും നമ്മളിങ്ങനെ ഇടക്കിടക്ക് വായിക്കാനുള്ള, എപ്പോഴും വായിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയണത്. നിങ്ങളുടെ പരാധീനതകൾ ദൈവത്തോട് പറയണം. കർത്താവേ, ഞാൻ കുറെ നാളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, എനിക്ക് പണ്ട് ഭയങ്കര ഈ കുർബാന സ്വീകരിക്കുമ്പോൾ വല്ലാത്ത ഇന്റിമസി ആയിരുന്നു.